നമസ്തേ. അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അക്കൗണ്ടിങ് വളരെ വേഗമായിട്ടുള്ള ഒരു കാര്യമല്ല. അക്കൗണ്ടിങ് ഒരു ഫ്രെയിം വർക്കിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അക്കൗണ്ടിങ്ങിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്കും സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിലേക്കും ഇക്കണോമിക് റിയാലിറ്റി കമ്മ്യൂണിക്കേഷനിലേക്കും നയിക്കുന്ന ഒരു കാര്യമാണ് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഫ്രെയിം വർക്ക് അത്യാവശ്യമായി വരുന്നത്? കാരണം കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി, ട്രാൻസ്പെറൻസി ഇൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇതിനൊക്കെ ഫ്രെയിം വർക്ക് അത്യാവശ്യമാണ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അക്കൗണ്ടിങ് എന്തായിരിക്കണം? റെലവൻ്റ് ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, കമ്പാരബിൾ ആയിരിക്കണം, വെരിഫയബിൾ ആയിരിക്കണം, ടൈംലിനെസ് ഉണ്ടാവണം, അണ്ടർസ്റ്റാൻഡബിലിറ്റിയും ഉണ്ടാവണം. അക്കൗണ്ടിങ്ങിൽ 3 കോർ അസംഷൻസ് ആണുള്ളത്. ഈ അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഗോയിങ് കൺസേൺ ആണ് വരുന്നത്. എൻറ്റിറ്റി എക്സ്പെക്റ്റഡ് ടു ഓപ്പറേറ്റ് ഇൻഡെഫിനിറ്റ്ലി. ഒരു സ്ഥാപനം അടുത്ത കൊല്ലം പൂട്ടിപ്പോവും എന്നുള്ള രീതിയിലല്ല അക്കൗണ്ട് ചെയ്യുന്നത്. ജനറലി പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഒരു സ്ഥാപനം ഇൻഡെഫിനിറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള തരത്തിലാണ് അക്കൗണ്ടിങ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. രണ്ടാമതായി വരുന്നത് ആക്രുവൽ ബേസിസ് ആണ്. റെക്കോർഡ് ട്രാൻസാക്ഷൻസ് വെൻ ഇൻകേർഡ്. ഒരു ട്രാൻസാക്ഷൻ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ക്യാഷ് കിട്ടിയോ ക്യാഷ് കൊടുത്തോ എന്ന് നോക്കാതെ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിലെ ഒരു അസംഷൻ ആണ്. മൂന്നാമതായി വരുന്നത് ഇക്കണോമിക് എൻറ്റിറ്റി എന്നുള്ളതാണ്. ബിസിനസ് ഇസ് സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ് സെപ്പറേറ്റ് ആണ്, ഓണർ സെപ്പറേറ്റ് ആണ്. ഓണർ ക്യാഷ് എടുത്താലോ അല്ലെങ്കിൽ ഓണർ ക്യാഷ് ബിസിനസ്സിലേക്ക് തന്നാലോ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഈ 3 കാര്യങ്ങളാണ് ഗോയിങ് കൺസേൺ, ആക്രുവൽ ബേസിസ്, ഇക്കണോമിക് എൻറ്റിറ്റി ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് അക്കൗണ്ടിങ്ങിനെ ഏറ്റവും വലുതായി സഹായിക്കുന്ന അസംഷൻസ്. അക്കൗണ്ടിങ്ങിൽ ഒരുപാട് പ്രിൻസിപ്പൾസ് ഉണ്ട്. റവന്യൂ റെക്കഗ്നിഷൻ, എക്സ്പെൻസ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റിന് ബേസിസുകളുണ്ട്. അക്കൗണ്ടിങ്ങിൽ കൺസ്ട്രെയിൻസ് ആൻഡ് ട്രേഡ് ഓഫ്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 100 കോടിയുടെ ബിസിനസ്സിൽ 1 രൂപയുടെ ട്രാൻസാക്ഷൻസിനൊന്നും അധികം പ്രാധാന്യം ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയലിറ്റി. ഓൺലി റിപ്പോർട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ. കോസ്റ്റ് ബെനിഫിറ്റ് മസ്റ്റ് എക്സീഡ് കോസ്റ്റ് ഓഫ് ഗാദറിങ്. ഒരു കാര്യം അക്കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ചിലവാക്കുന്ന തുക ആ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അത് ചെയ്യരുത്. കോസ്റ്റ് ബെനിഫിറ്റ് ബാലൻസ് ഉണ്ടാവണം. ബെനിഫിറ്റ് എപ്പോഴും കൂടി നിൽക്കണം. ഇൻഡസ്ട്രി പ്രാക്ടീസസ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡസ്ട്രി പ്രാക്ടീസസ്. ഫോളോ സെക്ടർ സ്പെസിഫിക് നോംസ്. ഓരോ ഇൻഡസ്ട്രീസും ഡിഫറെൻ്റ് ആണ്. അവിടെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഡ് എസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇൻഡ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ സ്ഥാപനങ്ങളും ഇൻ്റർനാഷണലി ഒക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വളരെ സഹായകരമായ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ഫെയർനെസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഡ് എസ്. ഇൻഡ് എസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള IFRSനെ ഇന്ത്യയിലെ അന്തരീക്ഷത്തിന് യോജിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻഡ് എസ് അഥവാ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സായ IFRSനെ ഇന്ത്യയിലെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് ചിട്ടപ്പെടുത്തിയതിന് ശേഷം മുഴുവനായി എല്ലാവരും ചെയ്യണമെന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്ഥാപനങ്ങൾക്കും സമയപരിധി അനുവദിച്ചാണ് ഇത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയത്. റിയൽ വേൾഡിൽ വരുന്ന സമയത്ത് ഇൻഡ് എസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇൻഡ് എസിൽ പറഞ്ഞ രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ അക്കൗണ്ടിങ്ങിൽ കുറച്ച് ക്രിറ്റിക്സ് ആൻഡ് ചാലഞ്ചസ് കൂടിയുണ്ട്.
ചില ഇൻഡേഴ്സൊക്കെ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്മോൾ എൻറ്റിറ്റീസിന് അത് പ്രായോഗികമായെന്ന് വരില്ല. കാരണം ഇതിലെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുക എന്നുള്ളത് ചെറിയ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റൊക്കെ ഹ്യൂജായി വരുന്ന ഘട്ടമുണ്ടാവാം. അത് മാത്രമല്ല, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്റ്റിമേറ്റ്സ് ഒക്കെ ഉണ്ട്, ഫെയർ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ്, കമ്പാരബിലിറ്റി റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇവിടെ ഒരു ചാലഞ്ചസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബയസ് ഉണ്ട്, പേസ് ഓഫ് ചേഞ്ച് ഉണ്ട്, ഒക്കെ ഉണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് അക്കൗണ്ടിങ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്നൊവേഷൻ ആൻഡ് ന്യൂ ഇക്കണോമിക് പാരഡിംസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അക്കൗണ്ടിങ് മാറേണ്ടതുണ്ട്. ഡിജിറ്റൽ കറൻസീസ്, ഡിജിറ്റൽ അസറ്റ്സ്, ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ വരുന്നുണ്ട്. AI ആൻഡ് ഓട്ടോമേഷൻ വരുന്നുണ്ട്. ESG റിപ്പോർട്ടിംഗ്, എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ് റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്. ഇതിനനുസരിച്ചൊക്കെ അക്കൗണ്ടിങ്ങിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.